ഞാൻ ചോദിക്കുന്നത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് രേഖ കിട്ടിയത്? ഇമാം നബവി പറഞ്ഞതിനെതിരിൽ ആര് പറഞ്ഞു? ഇമാം റാഫിഈ പറഞ്ഞതിനെതിരിൽ ആര് പറഞ്ഞു? അപ്പോഴാണ് മൂപ്പര് ഫതുഹുൽ മുഈനായിട്ട് വന്നത്. ഫതുഹുൽ മുഈൻ ഒന്നും ഇപ്പോൾ മിണ്ടാട്ടല്ല. അപ്പോൾ നിങ്ങൾ കാപ്പാട്ടേക്ക് വരാൻ നോക്കുകയാണ്. ഫതുഹുൽ മുഈനിൽ നിങ്ങൾ പറഞ്ഞ മസ്അല നിങ്ങൾ തന്നെ വിശദീകരിച്ചത് അബദ്ധമായി പോയി നിങ്ങൾക്ക് തോന്നി. അയാൾ ഫതുഹുൽ മുഈൻ എന്ന് വായിക്കട്ടെ, നമുക്ക് വിടാൻ പറ്റൂല. അത് ഏതായാലും എല്ലാവരും ഒന്ന് ചിന്തിക്കട്ടെ. പറ്റേ മാസമുറപ്പിക്കുന്ന പരിപാടി ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഫതുഹുൽ മുഈനിൽ ഇങ്ങനെ കാണാം, വനബ്ബഹ സുബ്കിയു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉണർത്തി, വതബിഅഹു ഗൈറുഹു, ഇമാം സുബ്കി അല്ലാത്തവർ അതിനെ പിന്തുടരുകയും ചെയ്തു. അലാ അന്നഹു യൽസമു മിനർ റുഇയത്തി ഫിൽ ബലദി ശർഖി, കിഴക്കൻ നാട്ടിൽ മാസം കണ്ടാൽ അതിനാൽ ഉണ്ടാകും റുഇയത്തുഹു ഫിൽ ബലദിൽ ഗർബി, പടിഞ്ഞാറൻ നാട്ടിൽ മാസം കാണുക എന്നത് അതിനാൽ ഉണ്ടാകുന്നതാണ്. മിൻ ഗൈരി അക്സിൻ, അതേ സമയത്ത് അതിന്റെ നേരെ വിരുദ്ധമായി പടിഞ്ഞാറ് കണ്ടതുകൊണ്ട് കിഴക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇതില്ലൈലു യദ്ഖുലു ഫിൽ ബിലാദി ശർഖിയ്യതി, എന്തുകൊണ്ട് കിഴക്കൻ നാടുകളിൽ രാത്രി പ്രവേശിക്കും? ഖബ്ലു, അതേ ഈ പടിഞ്ഞാറൻ നാടുകളിൽ രാത്രി പ്രവേശിക്കുന്നതിന് മുമ്പ്. വഖളിയ്യതു കലാമിഹിം, ഇമാം സുബ്കി റളിയല്ലാഹുവിനോട് പിന്തുടർന്നവരും അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നതിന്റെ തേട്ടം, അന്നഹു മതാറുയ ഫീ ശർഖിയ്യൻ, കിഴക്കൻ നാട്ടിൽ എവിടെയെങ്കിലും മാസം കണ്ടാൽ ലസിമ കുല്ല ഗർബിയ്യൻ, എല്ലാ പടിഞ്ഞാറുകാർക്കും നിർബന്ധമാകും, അല്ലെങ്കിൽ എല്ലാവർക്കും മാസം കണ്ടതുപോലെയാകും. ബിന്നിസ്ബതി ഇലൈഹി, 4 അറബി അങ്ങ് വായിച്ചാൽ കൂടെയുള്ളവർക്ക് സമാധാനാകും എന്നൊക്കെ നനച്ച് നിങ്ങൾ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കന്മാരായ രാജാക്കളായി വിലസിയിരുന്ന കാലൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത് മശായിഖന്മാർ നിയോഗിച്ച ആൺകുട്ടികളുള്ള കാലമാണ്. എന്ന് വായിച്ചിട്ടൊന്നും ഇത് സ്ഥിരപ്പെടുത്താൻ പറ്റൂല. ഫതുഹുൽ മുഈൻ നിങ്ങൾ വായിച്ചല്ലോ, ആ വായിച്ചതിൻ്റെ തൊട്ടു മുമ്പിൽ എന്താ പറഞ്ഞത്, അതിൻ്റെ ശേഷം എന്താ പറഞ്ഞത്, അതിനെക്കുറിച്ച് തുഹ്ഫ എന്താ പറഞ്ഞത്, ഇതൊക്കെ വായിച്ച് പോകാം നമുക്ക്. അതിനാ ഞാൻ വിളിച്ച് വരി, സംസാരിക്കാൻ വരി, ഞങ്ങളെ വിഷയം വരെ എഴുതി തരാം. വാദപ്രതിവാദത്തിന് തുഹ്ഫക്കെടുത്ത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഇബ്നു ഹജർ പറഞ്ഞത്, എന്താ ഫതുഹുൽ മുഈൻ പറഞ്ഞത് എന്നൊക്കെ. ഞങ്ങൾ പറയുന്ന വാദം എന്താ അറിയോ? ഉദയങ്ങൾ വ്യത്യാസപ്പെടുന്ന സ്ഥലമാണോ ഒരിക്കലും ഒരു നാട്ടിൽ കണ്ടാൽ അപ്പുറത്തെ നാട്ടിനത് ബാധകമല്ല. കായൽ പട്ടണത്ത് കണ്ടത് ഇങ്ങോട്ട് ബാധകമാക്കാൻ പറ്റൂല. ഏറ്റവും ചുരുങ്ങിയത് 15 മിനിറ്റോളം ഉദയം വ്യത്യാസപ്പെടുന്ന സ്ഥലമാണിത്. ഒരു രക്ഷയും നിങ്ങൾക്കതില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു മുഷാവറംഗം വോയിസ് വിടുന്നുണ്ട്. അതിൽ പറയുന്നത്, കോഴിക്കോട് മലപ്പുറമൊക്കെ എന്തോ ആട്ടെ പോട്ടെ, നമ്മളിവിടെ കായൽ പട്ടണത്തിൻ്റെ അടുത്ത ആളുകളാണല്ലോ, നമ്മളെ കാര്യം ഉറപ്പാട്ടോ, എല്ലാവരും പേടിക്കണ്ട. ഞങ്ങൾക്കും അതേ പറയുള്ളൂ. കായൽ പട്ടണം എന്ന സ്ഥലത്തിനോട് ഉദയം ഒരേപോലുള്ള സ്ഥലമാണോ? നിങ്ങൾ അതിനനുസരിച്ചോളി. അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ, കണ്ടു എന്ന് ഇയാൾ പറഞ്ഞതാണ്, ഇയാളെ എനിക്ക് വിശ്വാസമല്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കിക്കോളി, അതിനിവിടെ ആരും തർക്കമല്ല. ഞങ്ങളുടെ പോയിന്റ് എവിടെയാണ്? ഉദയങ്ങൾ വ്യത്യാസമായ സ്ഥലങ്ങളിൽ അവിടെ മാസം ഉറപ്പിക്കണമെങ്കിൽ അവിടെ തന്നെ കാണുന്നെ വേണം. നിങ്ങൾ വായിച്ചല്ലോ, ശർഖിയായ, അതായത് കിഴക്കൻ നാടാണ് കായൽ പട്ടണം. അത് ഷിയാ ഫൈസി പൊളിച്ചു, അതടക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് പോകണില്ല. കിഴക്കൻ നാട്ടിൽ കണ്ടാൽ പടിഞ്ഞാറുള്ളവർക്ക് നിർബന്ധമാകും എന്ന് ഇബാറത്ത് വായിച്ചല്ലോ. ആ ഇബാറത്തിൻ്റെ നേരെ വ്യാഖ്യാനം തുഹ്ഫ പറഞ്ഞിട്ടില്ലേ? അതാരെ ഇബാറത്താങ്ങൾ വായിച്ചത്? ഇമാം സുബ്കിയുടേത്. ശരിക്കും മനസ്സിലാക്കണം, വിവാദത്തിൻ്റെ അകക്കാമ്പ ഞാൻ പറയുന്നത്. നബവി ഇമാമ്, സക്കരിയ അൽ അൻസാരി തങ്ങൾ, ഫതുഹുൽ മുഈൻ, തുഹ്ഫ, നിഹായ, മുഗ്നി എല്ലാ കിതാബും ഒന്നിച്ചു പറഞ്ഞു. ഉദയങ്ങൾ വ്യത്യാസപ്പെട്ട സ്ഥലത്താണെങ്കിൽ ഒരു നാട്ടിലെ ഹുക്കുമ് അപ്പുറത്തെ നാട്ടിലേക്ക് ബാധകമല്ല. ഇനി ഇയാൾ പറയുന്ന അതൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷെ സുബ്കി ഇമാമിനൊരു കൗലുണ്ട്. എന്താ സുബ്കി ഇമാം പറയുന്നത്? പടിഞ്ഞാറൻ നാട്ടിൽ
കണ്ടാൽ എന്തായാലും കിഴക്ക് നാട്ടിൽ കണ്ടാൽ എന്തായാലും പടിഞ്ഞാറുള്ളവർക്ക് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഴക്കാണ് കണ്ടതെങ്കിൽ പടിഞ്ഞാറുള്ളവർ നോമ്പ് നോൽക്കണം എന്ന് താല്പര്യം വരുന്ന ഒരു കലാമ് സുബ്കി ഇമാമിനുണ്ട് എന്നാ പറഞ്ഞു. സുബ്കി ഇമാമിൻ്റെ ആ വാക്ക് ഏതൊക്കെ കിതാബിലുണ്ട്? തുഹ്ഫയിലുണ്ട്, ആ കിതാബ് നിഹായയിലുണ്ട്, അതേ വാക്ക് മുഗ്നിയിലുണ്ട്, അതേ വാക്ക് ഫത്ഹുൽ മുഈനിലുണ്ട്. ഇതിലെല്ലാമുള്ള ആ ഖൗലിനെ സംബന്ധിച്ച് എന്താ തുഹ്ഫ പറഞ്ഞത്? അതാണ് വായിച്ചു നോക്കിയാൽ പോരെ. നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രം ഒന്നും ആദ്യം ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു ഉസ്താദിൻ്റെ 3 ശിഷ്യന്മാരാണ് മഹാന്മാരായ 3 ഞാൻ പറഞ്ഞ ഇമാമിങ്ങൾ. ഉസ്താദാര ഷെയ്ഖ് സക്കരിയൽ അൻസാരി. 3 ശിഷ്യന്മാർ. ഒന്ന് ഇബ്നു ഹജറുൽ ഹൈതമി, അവരെ കിതാബാണേത്? തുഹ്ഫ. 2 ഇവരിങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ആരെയും മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അള്ളാഹിൻ്റെ അടുത്തുനിന്ന് ശിക്ഷ കിട്ടൂലേ? യഥാർത്ഥത്തിൽ 10 ആണെന്ന് പറഞ്ഞിട്ട് ഇവര് നിയ്യത്ത് വെക്കണം എന്താ 9 എന്നല്ലേ? അപ്പം അതാണ് ഞാൻ എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. തുഹ്ഫ എഴുതിയ ഇബ്നു ഹജറുൽ ഹൈതമി, നിഹായ എഴുതിയ ഇമാം റംലി, അതുപോലെ ഖത്തീബ് ഷർബീനി തങ്ങൾ മഹാനവറുകളുടെ മുഗ്നി, ഈ 3 കിതാബും ഒരേ ഉസ്താദിൻ്റെ 3 ശിഷ്യന്മാരുടേതാണ്. ഉസ്താദ് സക്കരിയൽ അൻസാരി തങ്ങളാണ്. അതിലാദ്യം എഴുതിയ ഗ്രന്ഥം ഏതാ? തുഹ്ഫ, നിഹായ, മുഗ്നിയിൽ ആദ്യം വന്ന ഗ്രന്ഥം ഏതാ? തുഹ്ഫയാണ് ആദ്യം എഴുതിയത്. തുഹ്ഫ ഒരു കറാമത്തിൻ്റെ കിതാബ് കൂടിയാണ്. കാരണം മൂപ്പര് കിതാബ് എഴുതാൻ തുടങ്ങുന്നത് ഹിജ്റ 958 മുഹറത്തിലാണ്. മുഹറാണല്ലോ നമ്മൾ. 958 മുഹറമാണ് തുഹ്ഫ എഴുതാൻ തുടങ്ങുന്നത്. തുഹ്ഫ പൂർത്തിയായതെന്ന ഹിജ്റ 958 ദുൽഖഅദ് 27 തുഹ്ഫ എഴുതി പൂർത്തിയായത്. 1 കൊല്ലം പൂർത്തിയായില്ല മൂപ്പർക്ക് 10 വാള്യം ഉണ്ടാക്കാനെന്നർത്ഥം. 10 വാള്യണ്ട് തുഹ്ഫ. ശഫീഈ മദ്ഹബിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥ. അത് എഴുതാൻ മുഹറത്തിൽ തുടങ്ങി ദുൽഖഅദിൽ അവസാനിച്ചു എന്നാണ് പറഞ്ഞത്. 1 കൊല്ലം 1 മാസം ഇനിയും ബാക്കിയാണ്. അത് ഷെയ്ഖ് പറഞ്ഞിട്ട് എഴുതിയതാണ്. അത് ഇൻ്റർനാഷണൽ ദായി പറഞ്ഞ പോലെ അത് സൂറൻ്റെ സ്ഥാനത്താറിന് എഴുതിയല്ല, ഷെയ്ഖ് പറഞ്ഞിട്ട് എഴുതിയതാണ്. തുഹ്ഫയാണ് ആദ്യം വരുന്നത്. തൊട്ടു പിന്നിൽ വന്ന ഗ്രന്ഥമാണ് മുഗ്നി. മുഗ്നി എഴുതി തുടങ്ങുന്നത് 959 ഹിജ്റ 959 ഏത് എഴുതുന്നത്? മുഗ്നി വരുന്നത്. മുഗ്നി തുടക്കം കുറിച്ചത്. മുഗ്നി അവസാനിക്കുന്നത് 963 ജുമാദുൽ ആഖിർ മാസത്തിലാണ് അവർ അതിൽ നിന്ന് വിരമിക്കുന്നത്. അപ്പോൾ തുഹ്ഫയുടെ ശേഷമാണേത്? മുഗ്നി. ഇനി നിഹായ ഇമാം റംലി തങ്ങൾ എഴുതുന്നത് ഹിജ്റ 963 ദുൽഖഅദിലാണ്. അത് അവസാനിക്കുന്നത് 973 ജുമാദുൽ ആഖിർ മാസത്തിലാണ്. ജുമാദുൽ ആഖിർ മാസം എന്ന് പറഞ്ഞ ഒരു മാസം തന്നെയാണല്ലോ. അതാണ്. അപ്പോൾ അതിലാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് തുഹ്ഫയാണ് ഇവിടെ ആദ്യം വരുന്ന ഗ്രന്ഥം. ആ തുഹ്ഫയിൽ ആരെ വാക്ക് കൊണ്ടുവരികയാണ്? ഇമാം സുബ്കിയുടെ. ആ സുബ്കി ഇമാമിൻ്റെ വാക്ക് തന്നെയാണ് നിഹായയിലുള്ളത്, അത് തന്നെയാണ് മുഗ്നിയിലുള്ളത്, അത് തന്നെയാണ് ഫത്ഹുൽ മുഈനിലുള്ളത്. തുഹ്ഫ അതിന് നല്ലൊരു വ്യാഖ്യാനമാണ് കൊടുത്തു. മൂപ്പര് പറഞ്ഞു ആ വാക്ക് അങ്ങനെ തന്നെ അർത്ഥം വെക്കാൻ പാടില്ല. ആ വാക്ക് അങ്ങനെ തന്നെ അർത്ഥം വെക്കാൻ പാടില്ല. അതല്ലേ ഒരാൾ ഇബ്നു ഹജറിനെ ചീത്ത പറയുന്നത്, ഗുരുവട്ടൂരികളെ പോലെ എന്താ പറഞ്ഞു, ഒരു രശീലട്ടങ്ങൾക്ക്. മഹാനവറുകൾ പറയാണ് വഫീഹി, ഇമാം സുബ്കിയുടെ ആ വാക്കിലുണ്ട് മുനാഫാത്തുൻ, എതിരുണ്ട്, ലിളാഹിരി കലാമിഹിം, അവരുടെ അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രത്യക്ഷത്തിൽ തന്നെയുള്ള വാക്കിനോട് എതിരാണ് ആ വാദം. എന്തുകൊണ്ട്? എല്ലാവരും പറഞ്ഞല്ലോ ഉദയാസ്തമയം വ്യത്യാസമുണ്ടെങ്കിൽ ഒരു നാട്ടിൽ കണ്ടാൽ മറ്റേ നാട്ടിൽ പറ്റൂല, കാണുക തന്നെ വേണം എന്ന് പറഞ്ഞതിനോട് എതിരാണ് ഇമാം സുബ്കിയുടെ വാക്ക്. അതുകൊണ്ട് ഇമാം സുബ്കിയുടെ വാക്കിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കണം. മനസ്സിലായില്ലേ? ഇതൊക്കെ സാധാരണ നമ്മൾ പറയുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല അള്ളാഹിൻ്റെ റസൂലിന് നയലില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഏതെങ്കിലും ഒരു ഹദീസിൽ ലില്ല് എന്ന് കണ്ടാലോ അവിടെ ചാടി അർത്ഥം വെക്കലല്ല നയൽ കണ്ടു. ആ ലില്ലിൻ്റെ മഅന എന്താന്ന് പഠിക്കണം. നയലിന്ന് അർത്ഥം വെക്കാൻ പറ്റൂല, കാരണം നയലില്ല എന്ന് സ്ഥിരപ്പെട്ടതാണ്.
അപ്പം അവിടെ എന്ത് വെക്കണം? വജ്സ് എന്നാണ് വേറെ റിപ്പോർട്ടിലുള്ളത്. ആ വജ്സ് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് ഒരാൾ പെരുമാറ്റം കണ്ടു എന്നാണ്. അപ്പം ഇനി ആ ഹദീസിന് അങ്ങനെ അർത്ഥം വെക്കണം. ഇതാണ് ഉലമ ഒരു വാക്കിനെ വിശദീകരിക്കുക. അങ്ങോട്ടൊന്നും പോണ്ട, അള്ളാഹ്ക്ക് അവയവങ്ങളില്ല നമ്മൾ പഠിച്ച് എന്നിട്ട് ഖുർആനിൽ കാണാണെന്ത് വജ്ഹു റബ്ബിക്. വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം എന്നർത്ഥം വെച്ചിന്, പക്ഷെ ആ മുഖം നാട് കൊണ്ടുപോയി വെക്കാൻ പറ്റൂല. അപ്പം പിന്നെ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിൻ്റെ ആ ദാത്തിനെ കുറിച്ച് പറഞ്ഞതാണത്. അവയവങ്ങൾ അവന് ആവശ്യമല്ല. ഇതെല്ലാ കാലത്തും പറയുന്നല്ലേ, അത് ഉലമായി വിശദീകരിച്ച് തരണം. ഇതുപോലെ സുബ്കി ഇമാമ പറഞ്ഞതിൻ്റെ ബാഹ്യ അർത്ഥം വെക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വെക്കല്? ഇബ്നു ഹജറല്ലേ പറഞ്ഞു വെക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വെക്കണം? വയുവജ്ജഹു കലാമുഹും, അവരുടെ ആ വാക്കിനെ അഥവാ സുബ്കി ഇമാമിൻ്റെ വാക്കിനെ തൗജീഹ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിശദീകരിക്കണം. എങ്ങനെ? ബിഅന്നൽ ലാസിമ ഇന്നമാ ഹുവൽ വുജൂദ് ലർറുയ. ഇമാം അവറുകൾ പറഞ്ഞതിന് ഇത്രേ അർത്ഥമുള്ളൂ. കിഴക്കൻ നാട്ടിൽ കണ്ടാൽ എവിടെയും കാണാം, എവിടെ ഉണ്ടാകും? പടിഞ്ഞാറ് നാട്ടിലുണ്ടാവും, അത് ഉറപ്പ് തന്നെയാണ്. കിഴക്ക് നാട്ടിൽ കണ്ടിട്ടുണ്ട്, പടിഞ്ഞാറിന് മാസം ഉണ്ടാവും, ഹിലാലുണ്ടാവും. പക്ഷെ അതുകൊണ്ട് പോരാ, ഉണ്ടായിട്ട് കാര്യമില്ല. അതാ ഇന്നമാഹുവൽ വുജൂദ് ലർറുയ, ഉണ്ട് എന്ന് പറഞ്ഞത് ആ സാധനം അവിടെ ഉണ്ട് എന്നാണ്, കണ്ടു എന്നല്ല. ഇത് ഖദ് യംനഉ മിൻഹാ മാനിഉൻ, ഉണ്ടായതുകൊണ്ട് കാണണമെന്നില്ല. മേഘം അവിടെ ഉണ്ടായേക്കാം, മേഘം വന്ന് കാണാതിരുന്നാൽ 30 പൂർത്തിയാക്കാനാണ് ആര് പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. വൽ മദാറു അലൈഹാ ലാ അലൽ വുജൂദ്, മാസം ഉറപ്പിക്കേണ്ടതിൻ്റെ മാനദണ്ഡം അത് ആ ആകാശ ചക്രവാളത്തിൽ മാസപ്പിറവി അഥവാ ബാലചന്ദ്രൻ ഉണ്ടാവലല്ല, കാണലാണ്. ഇബ്നു ഹജറാണ് ആദ്യം തുഹ്ഫ എഴുതുന്നത്. ആ തുഹ്ഫയിൽ സുബ്കി ഇമാമിന്റെ കലാം ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിന്റെ പ്രത്യക്ഷ അർത്ഥം വെക്കാൻ പാടില്ല, ഇതിന് ഈ അർത്ഥമാണ് വെച്ചു കൊടുക്കേണ്ടത്. പിന്നെ ആ വാക്ക് ഇമാം സുബ്കി ഉദ്ധരിച്ചു, ആര്? ഇമാം റംലി ഉദ്ധരിച്ചു, മോഹനി ഉദ്ധരിച്ചു. അവരാ വാക്ക് ഉദ്ധരിച്ചു പോവുക ചെയ്ത്. അവരതിനൊരു വ്യാഖ്യാനവും പറഞ്ഞില്ല. അവർ വ്യാഖ്യാനം പറയേണ്ട ആവശ്യമില്ല. ആര് പറഞ്ഞിട്ടുണ്ട്? ഇമാം ഇബ്നു ഹജർ പറഞ്ഞിട്ടുണ്ടത്. നീ എൻ്റെ ശേഷമുള്ളവർക്ക് പറയേണ്ടില്ല. അതിൻ്റെ എതിരോല് പറഞ്ഞിട്ടില്ല. അതുണ്ടെങ്കിലാ കൊണ്ട് റംലി ഇമാമ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് ഷർവാനിയിലുണ്ട്. റംലി ഇമാം എന്താ സമ്മതിച്ചത്? സുബ്കി ഇമാമിന് അങ്ങനെ ഒരു കൗലുണ്ട് എന്ന് സമ്മതിച്ചു. അതായത് കിഴക്ക് നാട്ടിൽ കാണുമ്പോൾ വടക്കിൽ പടിഞ്ഞാറും അതുണ്ടാകും എന്നത് സുബ്കി ഇമാമിൻ്റെ കലാമായി മുഗ്നിയും നിഹായും സമ്മതിച്ചിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? അതിൻ്റെ തൗജീഹ് ഇബ്നു ഹജർ ചെയ്ത് തെറ്റാന്ന് പോലും പറഞ്ഞോ? പറഞ്ഞില്ല. ഇബ്നു ഹജറിന്റെ വിശദീകരണത്തെ അവരൊക്കെയും അങ്ങനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇവലിങ്ങോട്ട് നല്ല ഇവലെന്താ പറയുക, വെള്ളം കലക്കിയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ്. ഇമാം റംലിയും നിഹായയിൽ പറഞ്ഞതും തുഹ്ഫയിൽ പറഞ്ഞതും എതിരായാൽ ഇഷ്ടമുള്ളവർക്ക് തുഹ്ഫ സ്വീകരിക്കാം, ഇഷ്ടമുള്ളവർക്ക് നിഹായ സ്വീകരിക്കാം. അതിനിവിടെ എതിരായിട്ടില്ല കുഞ്ഞാപ്പോളെ. ഇവിടെ എതിരായത് എന്താണ്? അവരെ പഠിപ്പിച്ച ഉസ്താദായ സക്കരിയ അൽ അൻസാരി തങ്ങൾ തന്നെ പറയാണ്, ഇദാ അംകനൽ ജംഉ ബൈനൽ കലാമൈനി വലൗ അലാ ബുഅദിൻ ലം യുഅദൽ ഇല തനാഖുദി. ഇതൊക്കെ പഠിക്കണ കാലത്ത് നിങ്ങൾക്ക് എന്തേന്ന് പണി? പോസ്റ്റർ ഒട്ടിക്കാൻ പോയിണ്ടാവും. 2 കലാമുകൾ 2 ഇമാമിയങ്ങൾ പറഞ്ഞാൽ അത് രണ്ടിൻ്റെ ഇടക്കും ജമ്പ് ചെയ്ത് അതിനെ ഏകോപിക്കാൻ കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. രണ്ടും എതിരാക്കാൻ പാടില്ല. എതിര് വരൽ എപ്പോഴാ? അതിൻ്റെ പ്രത്യക്ഷ അർത്ഥം വെക്കുമ്പോഴാണ്. ആ അർത്ഥം വെക്കണ്ട, ഇവിടെ തൗജീഹ് ചെയ്യണം എന്ന് തുഹ്ഫ പറഞ്ഞില്ലേ? ആ തൗജീഹ് മുഗ്നിയിലേക്ക് വെച്ചു കൊടുക്കണം, നിഹായയിലേക്ക് വെച്ചു കൊടുക്കണം, ഫതുഹുൽ മുഈനിലേക്ക് വെച്ചു കൊടുക്കണം. അപ്പോൾ അവർ തമ്മിൽ എതിരില്ല. എതിരുണ്ടെങ്കിലല്ലേ ഒറ്റ വർത്താനം എല്ലാവരും പറഞ്ഞത്? പടിഞ്ഞാറിൽ കിഴക്കിൽ കണ്ടാൽ പടിഞ്ഞാറിൽ ഉണ്ട് എന്ന് പറയാം. പക്ഷേ മാസം ഉറപ്പിക്കാൻ ഉണ്ടാവൽ പോരാ, പിന്നെന്ത് വേണം? കാണണം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. കണ്ടോ എത്ര വ്യക്തമാണ് കാര്യങ്ങൾ. എന്നിട്ട് അയാൾ പറയാ ഫതുഹുൽ മുഈൻ ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ല, അതുകൂടി വെച്ചു കൊടുക്കും.
അതിന് വിരുദ്ധമായി ഫത്ഹുൽ മുഈനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതിന് ഈത്തിറാദ് പറഞ്ഞിട്ടില്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെതിര് പറയാതിരുന്നാൽ അവരത് അംഗീകരിച്ചു എന്നാണ് പൊതു തത്വം. അങ്ങനെ വരുമ്പോൾ ഫത്ഹുൽ മുഈൻ അംഗീകരിക്കുന്ന ഈ ആശയം അതനുസരിച്ചാണ് അങ്ങ് കിഴക്കൻ ഭാഗത്ത് മാസം കണ്ടതിന്റെ പേരിൽ പടിഞ്ഞാറൻ ഭാഗത്ത് കൂടി തീരുമാനമെടുത്ത പണ്ഡിതന്മാർ തീരുമാനിച്ചത് ഫത്ഹുൽ മുഈൻ അനുസരിച്ചാണ്. ഫത്ഹുൽ മുഈൻ അനുസരിച്ച് കിട്ടൂല. ഫത്ഹുൽ മുഈനിനെ എതിര് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ട്. അതാന്ന് പറയാൻ പോകുന്നുണ്ട്, അതും കൂടി പറഞ്ഞ് പഠിപ്പിക്കാൻ പോവാണ്. ഫത്ഹുൽ മുഈൻ അതിനെതിരായത് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രബലമായി എടുക്കാൻ പറ്റിയ സംഭവമല്ല, അത് പരിഗണനീയമല്ലാന്ന് അതിൻ്റെ തൊട്ടു മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുഈനിൽ നോക്കേണ്ടതുപോലെ നോക്കണം, മശായിഖന്മാരെ പൊരുത്തത്തിൽ നോക്കണം. ഞാൻ വായിച്ച ഇബാറത്ത് എന്താ? ഇബാറത്തിൽ പറഞ്ഞത് മാസപ്പിറവി കണ്ടാൽ അടുത്ത നാട്ടിലുള്ളവർക്കേ ബാധകമാവുകയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് അടുത്ത നാട് എങ്ങനെ തീരുമാനിക്കും എന്ന് പറഞ്ഞിടത്ത് ഫത്ഹുൽ മുഈൻ പറയുകയാണ്. എന്താ പറഞ്ഞത്? അതെ, അല്ലാഹു തആല ഒരു മാസത്തെ, ഒരു ചന്ദ്രനെ ഒരു നാട്ടിൽ ഉദിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ അപ്പുറത്തെ നാട്ടിൽ കാണുന്നില്ലെങ്കിൽ ആ രണ്ട് നാടുകൾ വിദൂരത്താണ് എന്ന് തീരുമാനിക്കണം. അവിടെ ഫത്ഹുൽ മുഈൻ പറഞ്ഞു ഐ ഗാലിബൻ, സാധാരണയിൽ കാണാതിരിക്കലാണ്. അവിടെ ഇആനത്തു ത്വാലിബീൻ എഴുതുക. എന്തിനാ ഗാലിബൻ എന്ന് പറഞ്ഞത്? അതെ, ഖറജ ബിഹി മാ കാന അലാ ഖിലാഫിൽ ഗാലിബ്, സാധാരണയിൽ വരാത്ത ചില സംഭവങ്ങളുണ്ട്, അതിനെ പുറത്താക്കാനാണ് ഗാലിബൻ എന്ന് എഴുതിയത്. അതേതാ? വഹുവ അന്നഹു ഖദ് യതബാഅദുൽ മഹല്ലാൻ, രണ്ട് സ്ഥലങ്ങൾ പരസ്പരം വിദൂരത്താകും. വതകൂനു റുഅയതു ഫീ അഹദിൽ ബലദൈനി മുസ്തൽസിമതൻ ലിർറുഅയതി ഫിൽ ആഖർ, ഒരു നാട്ടിൽ കണ്ടാൽ അപ്പുറത്തെ നാട്ടിലും കൂടി കാണുക എന്നത് വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. കല്ലദി സയദ്കുറുഹു മിൻ അന്നഹു ഇദാ റുഅയ ഫിൽ ബലദി ശർഖിയ്യി യുറാ ഫിൽ ഗർബിയ്യി. ഇനി വരാൻ പോകുന്നുണ്ട്, യാനത്ത് പറയാ, ഇനി വരാൻ പോകുന്നുണ്ട് ഒരു മസ്അല, കിഴക്കൻ നാട്ടിൽ ഉദിച്ചാൽ പടിഞ്ഞാറിലും അതുണ്ടാകും എന്ന് ഒരു മസ്അല പറയുന്നുണ്ടല്ലോ, അതിനെ പുറത്താക്കാനാണ് ഗാലിബൻ എന്ന ഇബാറത്ത് കൊണ്ടുവന്നത്. എന്നിട്ട് മഹാനരായ ഇമാം ഫത്ഹുൽ മുഈനിന് വ്യാഖ്യാനം എഴുതിയ ബക്കരി തങ്ങൾ പറയാണ് ഫലാ ഇബ്റത ബിഹി, അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ കിഴക്ക് നാടാണെങ്കിലും ഏത് നാടാണെങ്കിലും അവിടത്തെ കാഴ്ച കൊണ്ട് ഒരു പരിഗണനയും അതിനില്ല. അതിനാണ് ഗാലിബൻ എന്നവിടെ പറഞ്ഞത്. ഇത് ഇആനത്ത് കൂടി നോക്കിയാൽ കണ്ടുകൂടെ? മാത്രമല്ല ഫത്ഹുൽ മുഈനിന്റെ ആ വാക്ക് ഉദ്ധരിച്ച ഉടനെ തന്നെ ഖാല ഫി തുഹ്ഫ, ഇആനത്ത് അവിടെ കൊണ്ടുവരാണ്. തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫ കൂടി നോക്കിയിട്ട് ഫത്ഹുൽ മുഈനിന്റെ ഹുക്മ് പറയാവൂ. എത്ര വ്യക്തമായിട്ടാണ് ഫുഖഹാ അത് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഇതൊന്നും ചിലരുണ്ട്, പിന്നെ ഓൽക്ക് ഇതെന്താന്ന് തന്നെ മനസ്സിലായിട്ടില്ല ഈ പറഞ്ഞ തന്നെ. എന്നിട്ടിങ്ങനെ വന്ന് ചോദിക്കും സംവാദത്തിനുണ്ടോ. ആ ഏതോ ഒരു ചങ്ങായി വന്നിന്, ഓൻ നമുക്കെതിരെ നമ്മളെ പേര് പറഞ്ഞാൽ റീച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടി വന്നതാണ്. ഷാഫി ഇമാമിൻ്റെ അസ്ഹാബ് എന്ന് പറഞ്ഞിടത്ത് ഓൻ പറയണത് അസ്കാബ് എന്നാണ്. ഓനായിട്ടൊക്കെ നമ്മൾ സംസാരിക്കാൻ പോയത് നമ്മളെ സമയം പോകുന്നല്ലാതെ. അതുകൊണ്ട് മാസപ്പിറവി കാണുക തന്നെ 5 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, മാസപ്പിറവി എന്നത് കാണലാണ് മാനദണ്ഡം, എന്തല്ല ഉണ്ടാകലല്ല. അതെല്ലാവരും വ്യക്താക്കിയ കാര്യമാണ്. അതിനെതിരിൽ ഇവിടെ കണക്ക് കൊണ്ടുവന്നതാരാ? വഹാബികളാണ്. വഹാബി പറഞ്ഞു കണക്കനുസരിച്ച് നോക്കണം. ഇത് വഹാബി കൊണ്ടുവന്നപ്പോൾ അതേ കണക്കിലേക്കാണ് ഇയാൾ കൊണ്ടുവന്നത്. ഇയാളൊരു കണക്കാണല്ലോ പറയുന്നത്, കിഴക്ക് നാട്ടിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകണം, അയാളെ കണക്ക് കൂട്ടലാണ്. പക്ഷെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എന്താകണം? കാണണം. അതാണ് ഒന്നാമതായി പഠിക്കേണ്ടത്. ഇതിൽ വല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മുഷാവറക്ക് പറയാം. 2, എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു ഉദയം വ്യത്യാസമുണ്ടോ ഒരു നാട്ടിൽ കണ്ടത് അപ്പുറത്തെ നാട്ടിൽ ബാധകമല്ല. എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും പറഞ്ഞു. 3, ഇമാം സുബ്കി അങ്ങനെ പറഞ്ഞിട്ടില്ലേ?
കിഴക്കൻ നാട്ടിൽ കണ്ടാൽ പടിഞ്ഞാറിൽ കാണുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ മറുപടി ആ വാക്ക് ഫതുഹുൽ മുഈനിലുള്ളതുപോലെ മുഗ്നിയിലും നിഹായയിലും തുഹ്ഫയിലും എല്ലാം ഉണ്ട്. തുഹ്ഫയാണ് അതിൽ ആദ്യം രചിക്കപ്പെട്ട ഗ്രന്ഥം. ആ തുഹ്ഫ നേർക്കുനേരിൽ പറയുന്നു. സുബ്കി ഇമാമിൻ്റെ വാക്കിന് നേർക്കുനേരെയുള്ള അർത്ഥം വെക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വിശദീകരണം കൊടുക്കണം. സുബ്കി ഇമാം പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തമാണ്. കിഴക്കൻ നാട്ടിലുണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടാകുമെന്നേ അർത്ഥമുള്ളൂ. പക്ഷേ മേഘം വന്ന് മൂടിയാൽ, കാണാതെയായാൽ മാസം തീരുമാനിക്കാൻ പറ്റില്ല. തുഹ്ഫയുടെ ഈ വിശദീകരണം അതിൻ്റെ ഗണ്യമായ അഭിപ്രായമാണ്. നാലാമതായി നമ്മൾ പറഞ്ഞു ഫതുഹുൽ മുഈനിൽ അതിനെതിരായി ഒന്നുമില്ല എന്നത് തനി വിഡ്ഢിത്തമാണ്. അതിന് നേരെ മുമ്പ് തന്നെ ഗാലിബൻ എന്ന വാക്ക് പറഞ്ഞത് ഈ മസ്അല പരിഗണനീയമല്ല എന്ന് പഠിപ്പിക്കാനാണ്. യാനത്ത് സഹിതം നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാകും. അഞ്ചാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു ഇമാമും വേറൊരു ഇമാമും രണ്ട് കലാമുകൾ പറഞ്ഞാൽ ആദ്യം ശ്രമിക്കേണ്ടത് ആ കലാമുകളെ ഏകോപിക്കാനാണ്. ഏതെങ്കിലും ഒരു ഇമാം രണ്ട് കലാമുകളെയും ഒന്നാക്കി അതിന് വ്യാഖ്യാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വൈരുദ്ധ്യമാണെന്ന് പിന്നീട് പറയാൻ പാടില്ല. അതൊക്കെ അടിസ്ഥാന നിയമമാണ്. ഇതാ അംകനൽ ജംഉ, രണ്ട് കലാമുകൾക്കിടയിൽ ഏകോപനം സാധ്യമായാൽ ഫലാ തനാഖുദ, അവിടെ പിന്നെ വൈരുദ്ധ്യമെന്ന് പറഞ്ഞു വരാൻ പാടില്ല. ഇവിടെ തുഹ്ഫ പറഞ്ഞതും നിഹായ പറഞ്ഞതും ഈ വിശദീകരണം വെച്ചു കൊടുത്താൽ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ പകൽ വെളിച്ചം പോലെ വ്യക്തമായ ഒരു കാര്യം, കായൽ പട്ടണത്ത് മാസം കണ്ടു എന്ന പേരിൽ ഉദയാസ്തമയം വ്യത്യസ്തമായ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ആ ഹുക്കുമ് കൊണ്ട് മാസമുറപ്പിക്കാൻ ശാഫിഈ ഫിഖ്ഹ് പ്രകാരം ഒരുത്തനും അർഹതയില്ല. അഥവാ അങ്ങനെ വിധിച്ചാൽ അത് പച്ചയായ തെറ്റാണ്, വ്യഭിചാരമാണ്. പാവപ്പെട്ട ജനങ്ങളെ 10ന്റെ അന്ന് 9 നോൽപ്പിച്ചും 9ന്റെ അന്ന് 10 ആക്കിയും ദീന് കൊണ്ട് പന്താടുകയാണ്. അത് മഹാ തെറ്റാണ്. ഫിഖ്ഹ് വരെ നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ പിരിച്ചുവിട്ട് പാണക്കാട് പോയി ബൈഅത്ത് ചെയ്യുക കൈമാരെ.